ഹായ് ഹലോ മോംസ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കപ്പ കുഴച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോയോളം കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തോലൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഞാനിത് കൊത്തിയെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസായിട്ട്. ഇപ്പോൾ അതാ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇനി ഈ കപ്പ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. കപ്പ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിനായിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു 3 പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ, ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. രണ്ട് തണ്ട് കറി ലീഫ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ജീരകം ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വേകുന്ന കപ്പയിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വീണ്ടും കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചു. അപ്പോൾ കപ്പ ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് നല്ല വെന്ത് ഉടയുന്ന കപ്പയാകുമ്പോഴേ അതിൻ്റെ നല്ലതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് കപ്പ വാങ്ങിയിട്ട് അത് ഊറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഒരു അല്പം പുളി എടുക്കുക, ഒത്തിരി എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊരു കന്യാകുമാരി സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന നല്ലൊരു കപ്പ കുഴച്ചാൽ, അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ആ പുളിയും കൂടെ നമുക്ക് ഒരല്പം ചേർക്കുക, ഒരുപാട് പുളിയായി പോകരുത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ആവിയേറ്റി എടുക്കണം. അപ്പോൾ ഈ അരപ്പിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി കിട്ടണം. അതുവരെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഇതാക്കി എടുക്കുക. ഇനി നമുക്കിതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം പോയി കിട്ടുമ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ്. മീൻ കറിയോ ചിക്കനോ ബീഫോ എന്തായാലും കുഴപ്പമില്ല. ഉണക്കമീൻ കറി ആയാലും മതിയാവും. പക്ഷെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ തേങ്ങയൊക്കെ ചേർത്തെല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷേ അവിടെ അവർ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്കൊന്ന് കൊതി തോന്നിയിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കി കേട്ടോ. അപ്പോൾ കൊള്ളാം, അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ കാണിക്കുന്നത്. ഇനി ഇതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് ഉടച്ചതിന് ശേഷം ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. വേറെ ഒരെണ്ണയും ചേർക്കരുത്. വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇറക്കിയാലുണ്ടല്ലോ നമ്മുടെ കപ്പ കുഴച്ച് റെഡിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് ഒരു വെറൈറ്റി രുചിയാണ് കുരുമുളകും പച്ചമുളകും ഒക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ലപോലെ കുഴച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കാം. എൻ്റെ ഫോണിന് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടായിട്ട് ഈ കളറിൽ ഇങ്ങനെ വ്യത്യാസമൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.